ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം. എബ്രായ ലേഖനം 11 അധ്യായം 22 വാക്യം. വിശ്വാസത്താൽ യോസഫ് താൻ മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എബ്രായ ലേഖനം 11 അധ്യായം 1 വാക്യം. അദൃശ്യ കാര്യങ്ങളെ കാണുവാനുള്ള കണ്ണാണ് വിശ്വാസം. നാം വിശ്വസിക്കുന്നത് കൊണ്ടാണ് പ്രത്യാശിക്കുന്നത്. പ്രത്യാശയുടെ അടിസ്ഥാനം വിശ്വാസവും വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവിക വാഗ്ദാനങ്ങളുമാണ്. ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും അതീതമായ വിഷയങ്ങളെ ഗ്രഹിക്കുവാൻ വിശ്വാസം നമ്മെ സഹായിക്കുന്നു. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൂർവ്വപിതാക്കന്മാർക്ക് ദൈവത്തിൽ നിന്നുള്ള സാക്ഷ്യം ലഭിച്ചത്. വിശ്വാസവീരന്മാരുടെ സാക്ഷ്യത്തിന്റെ ഒരു സംഗ്രഹമാണ് എബ്രായ ലേഖനം 11 അധ്യായം. ഏകദേശം 400 വർഷം കഴിഞ്ഞ് സംഭവിക്കാനിരിക്കേണ്ട കാര്യമാണ് യോസഫ് പ്രവചനാത്മാവിൽ ഇസ്രായേൽ മക്കളോട് പറയുന്നത്. യാക്കോബിന്റെ മരണശേഷം യോസഫ് മിസ്രൈമിൽ 50 പരം വർഷം ജീവിച്ചിരുന്നു. യാക്കോബിന്റെ മക്കളിൽ ആദ്യം മരിക്കുന്നത് യോസഫാണ്. യോസഫ് മരിക്കുമ്പോൾ അവന് 110 വയസ്സുണ്ടായിരുന്നു. മിസ്രൈമിൽ വെച്ച് മരിച്ച യാക്കോബിന്റെ ശവസംസ്കാരം നടത്തിയത് കനാനിലെ ഹെബ്രോനിലെ മക്പല ഗുഹയിലെ തന്റെ പിതാക്കന്മാരുടെ അവകാശ ഭൂമിയിലാണ്. മിസ്രൈമെ സൈന്യത്തിന്റെയും ഉന്നത രാജപ്രതിനിധികളുടെയും അകമ്പടിയോടെ 300-ലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് നടത്തിയ ശവസംസ്കാര ശുശ്രൂഷയാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ ശവസംസ്കാര ശുശ്രൂഷ. എന്നാൽ യോസഫിന്റെ ശരീരം കനാനിൽ നിന്ന് കൊണ്ടുപോയി സംസ്കരിക്കുവാൻ ഫറവോ കുടുംബാംഗങ്ങളെ അനുവദിച്ചു കാണില്ല. കാരണം മിസ്രൈമ്യർ ബഹുമാനിച്ചിരുന്ന ശ്രേഷ്ഠനായ ഒരു ഭരണാധികാരിയായിരുന്നു യോസഫ്. എന്നാൽ യോസഫ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നിങ്ങൾ കനാനിലേക്ക് പോകുമ്പോൾ എന്റെ അസ്ഥികൾ ഇവിടെ ഇട്ടേക്കരുത്. യാക്കോബിൽ കണ്ട അതേ പ്രത്യാശ യോസഫിലും കാണാം. മിസ്രൈം അല്ല, കനാനാണ് തങ്ങളുടെ ശാശ്വത നാടെന്നും തങ്ങളുടെ ദേശത്ത് നിന്ന് മരിച്ചവരോടൊപ്പം ഉയർത്തെഴുന്നേൽക്കണമെന്ന് യോസഫും അതിയായി ആഗ്രഹിച്ചു. വിശ്വാസത്താൽ യോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം മോശെ യോസഫിന്റെ അസ്ഥികളും എടുത്ത് കൊണ്ടുപോന്നു. പുറപ്പാട് പുസ്തകം 13 അധ്യായം 19 വാക്യത്തിൽ നാം അപ്രകാരം വായിക്കും. കനാൻ നാട് അവർ കീഴടക്കിയതിനു ശേഷം യോസഫിന്റെ അസ്ഥികളെ ശെഖേമിൽ അടക്കം ചെയ്തു. യോശുവയുടെ പുസ്തകം 24 അധ്യായം 32 വാക്യം. ഏകദേശം 93 വർഷം യോസഫ് മിസ്രൈമിൽ ജീവിച്ചു എങ്കിലും അതിനെ തന്റെ പ്രതിദേശമായി കണക്കാക്കിയില്ല. വളരെ പ്രതാപത്തിലാണ് അവിടെ താൻ വസിച്ചിരുന്നത് എങ്കിലും തന്റെ ഹൃദയം ഒരിക്കലും മിസ്രൈമിലേക്ക് ചാഞ്ഞില്ല. വാഗ്ദത്തദേശമായ കനാനിൽ തന്നെ സംസ്കരിക്കപ്പെടണമെന്ന് അവൻ ആഗ്രഹിച്ചു. 40 വർഷം യോസഫിന്റെ അസ്ഥികളുമായി ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച് ഒടുവിൽ ശെഖേമിൽ അത് സംസ്കരിച്ചു. തന്നെ മാനിക്കുന്നവരെ മാനിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അവനെ മാനിക്കുന്നവനെ അവൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആകയാൽ പ്രിയരെ, നാമും ഈ ലോകത്തിൽ ഒരു പ്രവാസ ജീവിതം നയിക്കുന്നവരാണ്. നമ്മുടെ സ്വന്തം ദേശം സ്വർഗീയ കനാനാണ്. നമ്മെപ്പോലെ സമസ്വഭാവമുള്ളവരായിരുന്ന വിശ്വാസവീരന്മാരായ പൂർവ്വപിതാക്കന്മാർ വിശ്വാസത്താൽ ദൈവത്തോടുകൂടെ നടന്ന് ദൈവിക കൽപ്പനകൾ അനുസരിച്ച് വാഗ്ദത്തം പ്രാപിച്ചു. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ദൈവത്തിന്റെ പ്രഭുവെന്നും സ്നേഹിതനെന്നും അവർ സാക്ഷ്യം പ്രാപിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നമുക്കും പറയാം, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. ഫിലിപ്പിയ ലേഖനം 3:12. ആയതിന് വലിയവനായ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.